Hello all, welcome back to Complete Shop. ഇപ്പോൾ നമ്മൾ റീനെയിം ചെയ്ത് A Million Little Stories എന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തമീഹ ഡിസൈൻസിൻ്റെ ഒരു കുർത്തി കൂടെ ഞാൻ ഓർഡർ ചെയ്ത് കാണിക്കാമെന്ന്. ഓക്കെ, ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഒരു കുർത്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ ക്വാളിറ്റി ഇഷ്യൂസ് തോന്നിയെങ്കിലും ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഹെയ്റ്റ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓർഡർ ചെയ്തതാണ്. ഒരു സബ്സ്ക്രൈബർ നമ്മുടെ അടുത്ത് പറഞ്ഞു, നമ്മളങ്ങനെ ഈ ബുട്ടീക്കിനെ പറ്റി അറിഞ്ഞു, ഓർഡർ ചെയ്തു നോക്കി. ഓക്കെ, പക്ഷേ ബേസിക്കലി എനിക്ക് ഈ ഒരു പർച്ചേസ് എക്സ്പീരിയൻസ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് ഇട്ടിട്ട് ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നിയില്ല. എനിക്ക് ചേരാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ ഇതിനകത്ത് ഈ മോഡൽ ഇടുമ്പോൾ കഴുത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയാണ്, കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടിരിക്കും. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സാധനം നമുക്ക് കിട്ടുമ്പോൾ ഇത് വളരെയധികം ക്ലോസ്ഡ് ആയിട്ട് എൻ്റെ തല കഷ്ടി അകത്തേക്ക് കയറുന്ന പോലെ ആയിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒത്തിരി ക്ലോസ്ഡ് ആയിട്ട് നെക്ക് വരുമ്പോൾ ഈ ഒരു മോഡലിന് ഭംഗി വരുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഉള്ളിലിങ്ങനെ ലോക്കിംഗ് ഒക്കെ ഉണ്ട് സാധനം. പക്ഷേ എനിക്ക് ജസ്റ്റ് ഒരു 1 വീക്ക് വിത്തിൻ 2 വീക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇടുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഫിറ്റിംഗ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർ ആയിരുന്നില്ല. ഞാൻ ഇതിന് മുന്നേ സ്മോൾ സൈസാണ് വാങ്ങിച്ചത്, ഇപ്പോൾ മീഡിയം സൈസാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ മീഡിയം ആണ് എനിക്ക് പാകം. പക്ഷെ എന്നിട്ടും അത് ലൂസായിരുന്നു, അത്യാവശ്യം നല്ല ലൂസായിരുന്നു. ഇനി ഇത് നമ്മളത് ഓൾട്ടർ ചെയ്താൽ ശരിയാവുമായിരിക്കും. പിന്നെ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് വേണ്ടി കസ്റ്റം മെയ്ഡ് ചെയ്തേക്കുന്നതല്ല. പ്രീവിയസ് വീഡിയോയിലെ കമൻറ്റ് സെക്ഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോ കമൻറ്റ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ. ഞാനതിലൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ November 13th 2023 ഓർഡർ കൊടുത്ത് അറൗണ്ട് 3K+ റുപ്പീസിൻ്റെ ആണ് ഓർഡർ ചെയ്തത്. Jan 30, 2024 2 പ്രൊഡക്ട്സ് കിട്ടി. അതിലൊന്നിൻ്റെ കളർ ഡിഫറെൻ്റ് ആയിരുന്നു. 3rd കുർത്തി സെറ്റ് ടിൽ ഡേറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഐ ഹാവ് ഓർഡർഡ് 4 months ago. ടിൽ നൗ ഐ ഹാവൻ റിസീവ്ഡ് നോ വൺ ഗിവിംഗ് റിപ്ലൈ. ഇൻസ്റ്റാ റീൽസ് ആൻഡ് സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ട് വെറൈറ്റി ഡിസൈൻസ് ഇഷ്ടപ്പെട്ട് ഒരു കുർത്തി ഞാനും ഓർഡർ ചെയ്തിരുന്നു. September 20th കൺഫർമേഷൻ മെസ്സേജ് ഒക്കെ വാട്സപ്പിൽ വന്നതാണ്. പിന്നെ ഒരു വിവരവുമില്ല. ട്രൈഡ് കോൺടാക്ടിങ് ദ മെനി ടൈംസ്. ഒരിക്കൽ മാത്രം കോൾ അറ്റൻഡ് ഉടനെ അയക്കാമെന്ന് പറഞ്ഞു. പിന്നെ റെസ്പോൺസ് ഇല്ല, ഓർഡറും ഇല്ല. ഇൻസ്റ്റയ്ക്കൊക്കെ കമൻറ്റ് ഓഫ് ചെയ്തേക്കുക. ബേസിക്കലി സ്കാം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടൂളാണ് കമൻറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ഒരു പേജ് ആണോ അല്ലയോ എന്നുള്ളത്. അവർക്ക് എന്തെങ്കിലും ഹൈഡ് ചെയ്യാനുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഒരു കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ബിവെയർ ആയിരിക്കുക. പിന്നെ നമുക്ക് അടുത്ത ഒരു കമൻറ്റിലേക്ക് ഇപ്പോൾ കടക്കാം. പേയ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റാറ്റസും അറിയില്ല. ഞാൻ April 7th ഓർഡർ ചെയ്തത്. അവർ സൈറ്റിൽ പറഞ്ഞത് 45 days എന്നാണ്. അത്രയും ആയിട്ടും കിട്ടാത്തതുകൊണ്ട് മെയിൽ മെസ്സേജ് ചെയ്തു, നോ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. നോ വൺ ഗിവിങ് റിപ്ലൈ മോർ ദാൻ 4 months. ഓ മൈ ഗോഡ്. ചിലപ്പോൾ ഇവൾ ആവും പേജിൻ്റെ ഓണർ, അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. കഷ്ടം, പഠിക്കൂടി എന്നാണ് തോന്നുന്നു. എന്തായാലും ഞാനല്ല കേട്ടോ പേജിൻ്റെ ഓണർ. എനിക്ക് വേറൊരു ക്ലോത്തിങ് ബിസിനസ് ഉള്ളതാണ്, ഇത് എൻ്റെ പേജല്ല. ഐ ടു ഹാഡ് ഓർഡേർഡ് വൺസ്, took 3 months ഫോർ റിസീവിങ് ദ പ്രൊഡക്റ്റ് ബട്ട് ദീ സെൻഡ് റോങ് കളർ. വെരി സാഡ്. ഇങ്ങനത്തെ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് കമൻസ് റീഡ് ചെയ്യുന്നത്. ഞാൻ അവരുടെ ടീമിലല്ല ഗൈസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. പിന്നെ അതുപോലെ ഐ ഹാവ് ഓർഡേർഡ് 2 sets ഫ്രം തമീഹ 2 months ബിഫോർ. സ്റ്റിൽ ദേ ഡിഡ്ന്റ് ഡെലിവർ. ഡോണ്ട് ട്രസ്റ്റ് ദം. ഐ എം ഗോയിങ് ടു പുട്ട് വീഡിയോസ് ഓൺ. ഐ ഹാവ് പ്രൂഫ് ഓഫ് മൈ ഓർഡർ. ഡെലിവറി ടൈം ലൈൻ പ്രൊവൈഡഡ് വാസ് 30 working days. ബട്ട് ഈവൻ ആഫ്റ്റർ 50 days നോ അപ്ഡേറ്റ്, നോ റെസ്പോൺസ്, നോ മീഡിയം ടു കോൺടാക്ട്. കേസ് കൊടുക്കണം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ചേച്ചി ഒന്നുകൂടെ ഓർഡർ ചെയ്തിട്ട് ഒപ്പീനിയൻ പറ. എല്ലാവരുടെയും ക്യാഷ് പോയിട്ട് നിൽക്കുക. വെറുതെ കഥ അറിയാതെ റിപ്ലൈ ഇടല്ലേ. ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ് ഇവരുടെ ഷോപ്പ്. വൈകാതെ ന്യൂസ് വരും. അപ്പോഴും ചേച്ചി വീഡിയോ ചെയ്യണം. പിന്നെ സന ചേച്ചിയെ പരിചയമുണ്ടല്ലേ. ഇങ്ങനെ കുറച്ച് കമൻസ് കണ്ടുകൊണ്ടാണ് ഞാൻ കമൻസ് ഒന്ന് റീഡ് ചെയ്യാം, അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടതിന് റെസ്പോണ്ട് ചെയ്യാമെന്ന് ഞാൻ ഓർത്തത്. ആക്ച്വലി എനിക്ക് സന ചേച്ചി ആരാന്നറിയില്ല. ഇവരുടെ സ്റ്റോർ ഇങ്ങനെ ഒരു ഫിസിക്കൽ ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ ചിന്തിക്കുക, ഒരു കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പബ്ലിസിറ്റി കൂടുതൽ കിട്ടുക. ഓക്കെ, എനിക്ക് കുറച്ചുകൂടെ വൈറൽ ആവാനാണെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് കണ്ടൻറ് ഇട്ടാൽ മതി. എൻ്റെ അക്കൗണ്ടിൽ നെഗറ്റീവായിട്ട് ഇട്ടിരിക്കുന്ന കണ്ടൻറ്റിനാണ് ഏറ്റവും വ്യൂസ് ഉള്ളത്. പിന്നെ അവരെനിക്ക് പ്രൊമോഷൻ തന്നതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് നോക്കിയാൽ നിങ്ങൾക്കറിയാം 200 സംതിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാധാരണ ഒരു യൂട്യൂബ് ചാനലിന് പ്രൊമോഷൻ കൊടുത്തിട്ട് വേണം അവർക്ക് വൈറലാവാൻ. എനിക്ക് അറിഞ്ഞൂടാ.
ഞാൻ 3 months ഓർഡർ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയില്ല. ഐ ഹാവ് പർച്ചേസ്ഡ് വൺ ഡ്രസ് ഫ്രം ദർ വെബ്സൈറ്റ്. 3 months, no response. Fake people. The collection is good but very poor response towards customers. I have ordered 2 kurtis 3 months ago and keep on trying to reach out to them. Instagram. Okay. Fake. ഇവരുടെ വീഡിയോ കണ്ട് ചെയ്ത് കളർ വ്യത്യാസം കണ്ട് ഞെട്ടി. Okay, can you give that store number? It's been 50 days. They are attempting. I'm not able to contact them. I didn't get the product. I'm getting all the harsh words for them. Such a scammer. I can understand. ഞാൻ ഇതേ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയതാണ്. ബട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ഈസ് കൺവീനിയൻറ്റ്, ടൈം സേവിങ്, കോൺടാക്ട്ലെസ്, കോമ്പറ്റേറ്റീവ് പ്രൈസ് മാച്ചിങ് ചെയ്ത് നമുക്ക് നല്ല പ്രൊഡക്റ്റിലേക്ക് പോകാം. പക്ഷേ യു ഹാവ് ടു ബി കെയർഫുൾ വൈൽ ഷോപ്പിംഗ് ഓൺലൈൻ. നമ്മളെപ്പോഴും സെല്ലറിൻ്റെ ഒത്തൻറ്റിസിറ്റീനെ വെരിഫൈ ചെയ്യണം. അതിന് നമുക്കിപ്പോൾ യൂട്യൂബ് റിവ്യൂസ് നോക്കാം. അപ്പോൾ സൈറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അവരുടെ വെബ്സൈറ്റിലുള്ള അതിൽ റിവ്യൂസ് ഉണ്ടാകും. അതുപോലെ തന്നെ ബി കോഷ്യസ് ഓഫ് ഡീൽസ് ടു ഗുഡ് ടു ബി ട്രൂ. ഇപ്പോൾ ചില ഡീൽസൊക്കെ കാണുമ്പോൾ ഓ മൈ ഗോഡ്, ഈ ഡ്രസ്സിന് ഇത്രയും വില കുറവോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനത്തെ ഇത് ചിലപ്പോൾ സ്കാം ആവും. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത്. kishaindia.in എന്ന് പറയുന്നൊരു ഇൻസ്റ്റഗ്രാം പേജ്. ഭയങ്കര ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസാണ്. ഞാൻ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ പോസ്റ്റൊക്കെ. പക്ഷേ നോ യൂസ്, റൈറ്റ്. അവരിപ്പോഴും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പൈസ വാങ്ങിക്കും, പിന്നെ അവർ കംപ്ലീറ്റ്ലി ഔട്ടായിരിക്കും. നമുക്ക് പിന്നെ ഒരു കോൺടാക്റ്റിനും ഇടവരത്തില്ല. പിന്നെ പുതിയൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ, മറ്റൊരു നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ ദേ വിൽ റെസ്പോണ്ട്. പിന്നെ ചെക്ക് റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി. ചിലർക്ക് ഇങ്ങനെ പോളിസി ഉണ്ടാകും, ആ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ എന്ന്. കാരണം ഡാമേജ് ആയതിനു ശേഷം ഇത് ഡാമേജ്ഡ് ആയിട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ വെബ്സൈറ്റ് വഴി അല്ല ചാറ്റൊക്കെ ചെയ്താണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഓൾവേസ് കീപ് സ്ക്രീൻഷോട്ട്സ്. നമുക്കത് മാത്രമേ ഉള്ളൂ തെളിവ്. അത് നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ വയ്ക്കുക. നമുക്കൊന്ന് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ തെളിവ് ഉണ്ടാവണമല്ലോ. സോ എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കുക. ഫിസിക്കൽ സ്റ്റോർ അല്ല, നമ്മൾ ആ കാണാത്ത ആരോ ആണ് നമുക്ക് സെല് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പിന്നീട് ഒരു റിഗ്രറ്റ് ഒഴിവാക്കാം. എപ്പോഴും കമൻറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന പേജസിൽ നിന്നൊന്നും വാങ്ങിക്കരുത്. ഹാപ്പി ഷോപ്പിംഗ്.